ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ SSLC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്ന കാര്യം 9ാം ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് 10ാം ക്ലാസ്സിലേക്ക് വരുന്നത്. സോ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പിട്ട് 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ചില കൺസെപ്റ്റുകളും ചില ടേംസും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിയെങ്കിൽ നമുക്ക് എളുപ്പമാണ്, 10ാം ക്ലാസ് പഠിച്ചു വേണ്ടി എളുപ്പമാണ്. സോ അതിനുവേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്, 10th ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. 9th വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10ാം ക്ലാസ്സിലേക്ക് വേണ്ട പോയിൻറ്റ്സിൻ്റെ ഒരു കൺക്ലൂഷൻ വൈൻഡപ്പ് കൂടിയാണ്. സോ ഈ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് 10th ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് തുടങ്ങാം. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് കറണ്ടിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിൽ ചെറിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ചെറിയ കാര്യങ്ങൾ മാത്രം. ഒന്നാമത് നമ്മൾ അതിൽ പഠിച്ച ചില കാര്യങ്ങൾ, ചില ടേംസ് ആയിരുന്നു. ഒന്ന് ചാർജ് എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾക്ക് അറിയാം. ചാർജിനെ നമ്മൾ സിംബലൈസ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. Q എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ് നമ്മൾ ചാർജിനെ കാണിക്കുക. ചാർജിന്റെ യൂണിറ്റ് ആയിരുന്നു കൂളോം. കൂളോം എന്നായിരുന്നു ചാർജിന്റെ യൂണിറ്റ്, കൂളോം. രണ്ടാമത് പഠിച്ച ഒരു ടേം ആയിരുന്നു കറണ്ട്. ഈ ചാർജും കറണ്ടും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമുക്ക് പറയാം, കറണ്ടിന്റെ സിമ്പിൾ ആയിരുന്നു, കറണ്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ ആയിരുന്നു I. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ് തന്നെ പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് I. രണ്ടാമത് കറണ്ടിന്റെ ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണെങ്കിൽ കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. നിങ്ങൾക്കറിയാം. അതുപോലെ കറണ്ട് മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് അമ്മീറ്റർ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി ഈ ചാർജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. എന്താണ് ചാർജും കറണ്ടും തമ്മിലുള്ള ബന്ധം? ഒരു കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട് എന്ന് വിളിക്കുക. വെറുതെ കുറെ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്താൽ അതിനെ കറണ്ട് എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണെന്ത്? കറണ്ട്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഒരു കണ്ടക്ടർ എടുത്തിട്ട് ആ കണ്ടക്ടറിലൂടെ ഒരു ചാർജ് ഫ്ലോ ഉണ്ടാവുകയാണ്. Q എന്ന് പറഞ്ഞ ചാർജ് ഫ്ലോ ഉണ്ടാവുകയാണ്. ആ ചാർജ് ഫ്ലോ ചെയ്യുന്നത് 1 സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു, ആ ചാർജിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട്. ദ ചാർജ് ഫ്ലോ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ പോകുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് കറണ്ട്. നമുക്കത് നമ്മുടെ മാത്തമാറ്റിക്കലായിട്ട് എഴുതുവാണെങ്കിൽ I is equal to Q/T എന്ന് എഴുതാൻ പറ്റും. ഇതെങ്ങനെയാണ് വന്നതെന്ന് കൂടെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടറെ ഞാൻ നോക്കി, ഒരു 2 സെക്കൻഡ് നേരം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിലൂടെ 10 കൂളോം ചാർജ് ഫ്ലോ ചെയ്യുന്നത് മനസ്സിലായി. കൂളോം എന്ന് പറഞ്ഞാൽ ചാർജിന്റെ യൂണിറ്റ് ആണ്. 2 സെക്കൻഡിൽ 10 കൂളോം ചാർജ് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് എത്ര ചാർജ് ഫ്ലോ ചെയ്യും? 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജാണ് 10/2. അതായത് എത്രയായിരിക്കും? 5 കൂളോം ആയിരിക്കും അല്ലെ? 2 സെക്കൻഡിൽ 10 കൂളോം പോയി കഴിഞ്ഞാൽ 1 സെക്കൻഡ് എത്ര പോകും? 5 കൂളോം. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഈ ചാർജിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്? ടൈം കൊണ്ട് ഡിവൈഡ് 10/2 ചെയ്തതാണ്. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ, 4 സെക്കൻഡിൽ 40 കൂളോം ചാർജ് പോകുന്നതുണ്ടെങ്കിൽ 1 സെക്കൻഡിൽ പോകുന്ന ചാർജ് എത്രയായിരിക്കും? 1 സെക്കൻഡിൽ പോകുന്ന ചാർജ് 40/4 എത്ര കിട്ടുക? 10 കൂളോം. അപ്പോൾ 1 സെക്കൻഡിൽ പോകുന്ന ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ എന്താ ചെയ്തത്? ചാർജിനെ, Qനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കറണ്ട് കിട്ടുന്നത്. ഓക്കെ. സോ I is equal to Q/2. ഇതാണ് ഒന്നാമത് നമ്മൾ പഠിച്ച റിലേഷൻ. രണ്ടാമത് നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ നമ്മൾ പറയും. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ടേജ് എന്ന് പറഞ്ഞ സാധനം, വോൾട്ടേജിന്റെ സിമ്പിൾ ആണ് വോൾട്ടേജ്. ഇപ്പം ചാർജിന് Q, കറണ്ടിന് I എന്ന് പറയുന്ന പോലെ വോൾട്ടേജിന്റെ സിമ്പിൾ നമ്മൾ V എന്നാണ് എഴുതുക, ക്യാപിറ്റൽ V എന്നാണ് എഴുതുക. ഓക്കെ. വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആയിരുന്നു വോൾട്ട് മീറ്റർ. കറണ്ട് ആണെങ്കിൽ അമ്മീറ്റർ, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട് മീറ്റർ. ഇനി നമ്മൾ ഈ വോൾട്ടേജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഒരു കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ നെസസറി, വളരെ അത്യാവശ്യമായ ഒരു കണ്ടീഷനാണ് എന്ത്? വോൾട്ടേജ്. ആ കണ്ടക്ടറിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കണം? വോൾട്ടേജ് ഉണ്ടായിരിക്കണം. ഒരു കണ്ടക്ടറിലൂടെ
കറണ്ട് ഫ്ലോ ഉണ്ടാവണം എന്ന് വിചാരിക്കുക. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ഐ എന്ന് പറഞ്ഞ് കറണ്ട് ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഒരു കണ്ടക്ടറിലൂടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിന്റെ ഇടയിൽ എന്തുണ്ടാവണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവണം. വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? കറണ്ട് ഉണ്ടാവുള്ളൂ. സോ ഇതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം, ഈ വോൾട്ടേജും കറണ്ടും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യമായിരുന്നു ഓംസ് ലോ. ഓംസ് ലോ പറയുന്നത് ഒരു കണ്ടക്ടറിന്റെ ഇടയിലുള്ള വോൾട്ടേജ് നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ടും എന്തായിക്കൊണ്ടിരിക്കും? കൂട്ടിക്കൊണ്ടിരിക്കും. അതായത് വോൾട്ടേജും കറണ്ടും എപ്പോഴും എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ടും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഓംസ് ലോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓംസ് ലോനെ വേറെ രീതിയിലും കൂടെ നമ്മൾ പറയുണ്ടായിരുന്നു. ഓംസ് ലോ നടക്കുന്ന ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതിൻ്റെ കണ്ടീഷനൊക്കെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ പറയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓംസ് ലോ ഒന്നുകൂടെ പറയാണ്, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു എന്ന് പറയുന്നത് മറ്റു രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതെങ്ങനെയാണ് കോൺസ്റ്റന്റ് ആവുന്നത്? സപ്പോസ് വോൾട്ടേജ് 10 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അതിലൂടെ ആ സമയത്ത് ഒരു കണ്ടക്ടർ എടുത്ത് അതിൻ്റെ ഇടയിൽ 10 വോൾട്ടേജ് കൊടുത്താൽ ആ സമയത്ത് പോകുന്ന കറണ്ട് ഒരു 2 ആംപിയർ ആണെന്ന് വിചാരിക്കുക. Then what is V by I? V by I ഇപ്പം എന്താണ്? 10/2 ആണ്. V by I എന്ന് പറഞ്ഞാൽ 10/2, that is equal to 5 ആണ് കിട്ടുക. ഇനി ഞാൻ വോൾട്ടേജ് ഒന്നുകൂടെ കൂട്ടി, വോൾട്ടേജ് 10 വോൾട്ടിന് പകരം ഒരു 20 വോൾട്ട് ആക്കി മാറ്റി, അതായത് V is equal to 20 വോൾട്ട് ആക്കി മാറ്റി. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം വോൾട്ടേജ് കൂട്ടുമ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് എന്താവും? കൂടും. സോ കറണ്ട് കൂടാം. കറണ്ട് കൂടിയിട്ട് ഒരു 4 ആംപിയർ ആയിട്ട് മാറി. 4 ആംപിയർ, ഇവിടെ നേരത്തെ 2 ആയിരുന്നു, ഇപ്പം എത്രയും മാറി? 4 ആംപിയർ ആയിട്ട് മാറി. ഇനി ഇതിന്റെ റേഷ്യോ ഒന്ന് നോക്കാം. ഇപ്പൊ റേഷ്യോ എന്താണ്? V by I നോക്കിക്കഴിഞ്ഞാൽ 20/4, that is equal to 5. നോക്കി, ഈ രണ്ട് സമയത്തും നമുക്ക് V by I ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 5. ഇതാണ് ഓംസ് ലോ മറ്റു രീതിയിൽ പറയുന്നത്. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു എന്നത് വേറെ രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ V by I is a constant. നമ്മുടെ ഓംസ് എന്ന് പറഞ്ഞാൽ സൈമൺ ഓം എന്ന സയന്റിസ്റ്റ് വോൾട്ടേജും കറണ്ടും വെച്ചിട്ട് ഒരു സർക്യൂട്ട് നടത്തിയ പരീക്ഷണത്തിൽ അയാൾ മനസ്സിലാക്കുകയാണ്, ഒരു സർക്യൂട്ടിലെ V by I എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. At a constant temperature, the ratio of voltage to the current flowing through a conductor is a constant. ഇതാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവുക. ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരായിരുന്നു റെസിസ്റ്റൻസ്. നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ഇപ്പം ചാർജിന് Q, കറണ്ടിന് I, വോൾട്ടേജിന് V ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ആണ്. നിങ്ങൾ റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് R. ഇനി റെസിസ്റ്റൻസിനും അതേപോലെ തന്നെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനൊക്കെ യൂണിറ്റ് പറഞ്ഞു. അതുപോലെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. ആ ഓം കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് ഓം. ആ ലെറ്റർ ആണ് ഓ. സോ ഇത്രയും കാര്യങ്ങൾ 9ാം ക്ലാസ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. സോ ആ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞതാണ്. ചാർജ്, കറണ്ട്, ചാർജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, അത് ഓംസ് ലോ ആണ്. V by I is a constant. അത് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ആ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. ഇതൊന്ന് ഓംസ് ലോ ഒന്ന് ഇക്വേഷൻ ആക്കി എഴുതുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം, V by I is equal to R. പല രീതിയിൽ ഓംസ് ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 10ാം ടെക്സ്റ്റ് ബുക്കിൽ പല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇക്വേഷൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? V by I is equal to R ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഐനെ ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V is equal to IR. അങ്ങനെ ഇക്വേഷൻ കിട്ടും. V is equal to IR. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പല ടൈപ്പ് ഇക്വേഷൻ ആക്കി മാറ്റാം എന്നത് അറിഞ്ഞിരിക്കണം. സോ V is equal to IR. ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം റെസിസ്റ്റൻസിന്റെ ടേമിൽ ഒരു ഇക്വേഷനായി മാറി, അതായത് R is equal to V by I ഒരു ഇക്വേഷനായി മാറി. രണ്ടാമത്തെ വോൾട്ടേജ് ടേമിൽ മറ്റൊരു ഇക്വേഷനായി V is equal to IR. വേണമെങ്കിൽ നമുക്ക് കറണ്ടിന്റെ രൂപത്തിൽ ഇക്വേഷനാക്കി മാറ്റാം. ഈ ഇക്വേഷൻ നോക്കിക്കോ. ഈ ഇക്വേഷനിലെ I നമ്മുടെ ആ ഇക്വേഷൻ സൈഡിൽ വെച്ചിട്ട് R നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്ന് വിചാരിക്കും. അപ്പൊ എന്താ കിട്ടുക? I is equal to V
ഈ വിയുടെ താഴെ ആർ വരും. അപ്പം എന്ത് കിട്ടും? വി ബൈ ആർ. ഇങ്ങനെ ഇക്വേഷനായി മാറും. സോ ഇത് മൂന്നും എന്തൊരു ഇക്വേഷൻ തന്നെയാണ്? ഓംസ്ലായി ബന്ധപ്പെട്ട ഇക്വേഷനാണ്. പക്ഷേ ഓരോന്നും എടുക്കുന്ന സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമുക്ക് ആറാണ് ഒരു പ്രോബ്ലത്തിൽ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതി ഉപയോഗിക്കാം. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. വി ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഐ ആണെന്നുണ്ടെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. സോ മൂന്ന് ഓംസ്ലോയുടെ ഇക്വേഷൻ തന്നെയാണ്. ഇത് മൂന്ന് ടൈപ്പായിട്ട് ഞാൻ എഴുതിയതേ ഉള്ളൂ. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം, അല്ലെങ്കിൽ ഇത് പഠിക്കാം, ഇത് പഠിക്കാം, നിങ്ങളുടെ ഇഷ്ടം. അത് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ മൂന്ന് രീതിയിലോട്ടും എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് പിക്ക് ചെയ്തിരുന്നു. ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് വളരെയധികം അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് തന്നെ ഈ കാര്യങ്ങളോട് പറഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത്. സോ ഈ കാര്യങ്ങൾ എല്ലാവരും മെമ്മറൈസ് ചെയ്യാൻ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇനി രണ്ടാമതായിട്ട് 9ാം ക്ലാസ് തന്നെ നിങ്ങൾ പഠിച്ച മറ്റൊരു ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ് വർക്ക് എനർജി പവർ. ആ ചാപ്റ്ററിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ആ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം വർക്ക് എന്താണെന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. എന്താണ് വർക്ക്? നമ്മുടെ ബോഡിയുടെ എടുത്ത് ക്ലാസ്സിലേക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഡെസ്കെല്ലാം വെച്ചിട്ട് ഇങ്ങനെ തള്ളി കാണിച്ചു വെച്ചാൽ ഒരു ബോഡിയുടെ മോഡ് നമ്മുടെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ബോഡിയുടെ മോഡ് ചിലപ്പം നമ്മൾ ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷനിൽ എന്തുണ്ടാവാം? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം അല്ലെ. ഞാൻ ഈ പെണ്ണ് എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെ ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ പെണ്ണ് എന്തുണ്ടാവുന്നു? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. സോ എ ബോഡി undergoes displacement under the action of a force. അങ്ങനെ ഒരു ഫോഴ്സിന്റെ ആക്ഷന്റെ ഫലമായിട്ട് ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? വർക്ക് ഈസ് ടു ബി ഡൺ എന്ന് പറയും. ഒരു വർക്ക് അവിടെ നടന്നു എന്ന് പറയും. സോ ഒരു വർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഒരു മെക്കാനിക്കൽ വർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഒരു ഫോഴ്സ് ഉണ്ടാവണം. അതോടൊപ്പം ആ ഫോഴ്സ് ഏത് ബോഡിയുടെ മോഡാണോ ആക്ട് ചെയ്തത് ആ ബോഡിക്ക് എന്തുണ്ടാവണം? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. സോ ഇതാണ് നമ്മൾ അവിടെ ആദ്യമായിട്ട് പഠിച്ച കാര്യം. വർക്ക് എന്താണെന്നുള്ള കാര്യം. ആ വർക്കിനെ നമ്മൾ W എന്നുള്ള അക്ഷരം വെച്ചാണ് കാണിക്കുക. സിമ്പിൾ W ആണ്. വർക്കിന് ഉള്ള ഇക്വേഷനായിട്ട് നമ്മൾ പഠിച്ചത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ നമ്മൾ എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ. W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതായിരുന്നു വർക്കിന്റെ ഇക്വേഷൻ. അതേപോലെ നിങ്ങൾ വർക്കിന്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ. വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക എനർജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എനർജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് വർക്കുമായിട്ട് വളരെയധികം ബന്ധമുള്ള ടോപ്പിക്കാണ്. എന്താണ് വർക്ക്? അത് ചെയ്യാൻ വേണ്ട കഴിവ്, അതിനെ വിളിക്കുന്ന പേരാണത് എനർജി. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള കഴിവ്, ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്, അതിനെ വിളിക്കുന്ന പേരാണത് എനർജി. ഒരാൾക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ കുറച്ച് എനർജി ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് എവിടെ നിന്നാണ്? ഈ എനർജിയിൽ നിന്നാണ്. ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്, അതിനെ വിളിക്കുന്ന പേരാണത് എനർജി. ഈ എനർജിയും വർക്കും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അതായത് എനിക്ക് കുറച്ച് എനർജി ഉണ്ട്, ഞാനത് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത വർക്കിന്റെ ടോട്ടൽ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എൻ്റെ എനർജി ആയിരിക്കും. സോ വർക്ക് ആൻഡ് എനർജി രണ്ടും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു എ വർക്കാണ്. ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എനർജി. ഒരുപാട് കാലമായിട്ട് ബോർഡും പെണ്ണൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എനർജിയെ നമ്മൾ കാണിക്കുന്ന സിമ്പലാണ് ഇ. ഓക്കെ, കപ്പാസിറ്റി ടു ഡു എ വർക്കാണ്. എനർജിയും വർക്കും സെയിം തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം, ഈ എനർജിയും വർക്കും സെയിം തന്നെയാണ്. വർക്കിന്റെ യൂണിറ്റ് ജൂളാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനർജിയുടെ യൂണിറ്റ് എന്തായിരിക്കും? സോ സെയിം എന്തായിരിക്കും? ജൂൾ തന്നെയായിരിക്കും. കാരണം എനർജിയും വർക്കും രണ്ടും ഒരേ ആൾ തന്നെയാണ്. ഇതിന്റെ കപ്പാസിറ്റിയാണ്, അത് ചെയ്യാനുള്ള കഴിവാണ് കപ്പാസിറ്റി. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം പവറാണ്. പവർ, ആ പാഠത്തിന്റെ പേര് തന്നെ വർക്ക് എനർജി പവർ. ഇങ്ങനെയാണ് പവർ എന്നാണ് പഠിക്കുന്നത്. പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കറണ്ടിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് എന്ന് പറയുന്നത്. അതേപോലെ ഒരു സെക്കൻഡിൽ ഒരാൾ ചെയ്യുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് പവർ. അതായത് ഒരാൾ വർക്ക് ചെയ്യണം. അയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു 10 സെക്കൻഡ് വർക്ക് ചെയ്തിട്ട് 10 സെക്കൻഡ് അയാൾ വർക്ക് ചെയ്തപ്പോൾ അയാൾക്ക് 100 ജൂൾ വർക്കാണ് അയാൾ 10 സെക്കൻഡ് ചെയ്യുന്നത് വിചാരിക്കും. സപ്പോസ് 10 സെക്കൻഡിൽ അയാൾ 100 ജൂൾ വർക്കാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു സെക്കൻഡിൽ ചെയ്ത വർക്ക് എത്രയാണ്? അയാൾ ഒരു സെക്കൻഡിൽ ചെയ്ത വർക്ക് നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി ഒന്നും നോക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. 10 സെക്കൻഡിൽ 100 ജൂൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് എത്ര ചെയ്യും? സോ 10 ജൂൾ വർക്കേ ചെയ്യും. 10 ജൂൾ വർക്കാണ്. അത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ലോജിക്കലല്ല മാത്തമാറ്റിക്കലായിട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഈ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. അതായത് 100 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 10 ജൂൾ. അതായത് വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ ചെയ്ത വർക്ക് കിട്ടും അല്ലേ? അതായത് ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? W/T. വർക്കിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കാണ്. ആ ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുവാണെങ്കിൽ ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, നിരക്ക് എന്നാണ് പറയുക. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, വർക്ക് ചെയ്യുന്ന നിരക്ക്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഈ വർക്ക്, ഒരു റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ചെയ്ത വർക്ക്, അതായത് പവർ. പവർ കാണിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിമ്പൽ പി എന്ന് തന്നെയാണ്. പവർ പി എന്ന് എഴുതുക. ഇനി പവറിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, വാട്ട് ആണ്. വാട്ട്, നമ്മുടെ ചങ്സ് പറഞ്ഞ വാട്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്ക്, എനർജി, പവർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, 10th വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം, അതിൻ്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം, ഇത് തമ്മിലുള്ള റിലേഷൻ അറിയണം. വർക്കിൻ്റെ ഇക്വേഷൻ ഇത് മെക്കാനിക്കലാണ്, മെക്കാനിക്കൽ റിലേഷനാണ്. വേറെ ഓരോ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിലേഷൻ മാറിക്കൊണ്ടിരിക്കും. മെക്കാനിക്കലായിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, യൂണിറ്റ് ഇതാണ്. വർക്കും എനർജിയും സെയിം ആണ്. കപ്പാസിറ്റി ടു വർക്കാണ് എനർജി, എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ. അതേപോലെ പവർ, ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിന് വിളിക്കുന്ന പേരാണ് പവർ. ഒരു സെക്കൻഡിൽ ചെയ്ത വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, യൂണിറ്റ് ആണ് വാട്ട്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, എനർജി കൺസർവേഷൻ തിയറി. നമ്മൾ ഓൾറെഡി ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരുന്ന ഒരു തിയറിയാണ്. നിങ്ങൾക്ക് അറിയുന്നതായിട്ട് ആ തിയറി ഒന്ന് നോക്കുന്നത് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed, but it can be transferred from one form to another. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എനർജി കൺസർവേഷൻ എന്ന് പറയും. എനർജി കൺസേർവ് ചെയ്യണം. എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുതുതായിട്ട് ഉണ്ടാക്കാനും പറ്റുന്നില്ല, ഒരിക്കലും എടുത്താക്കാൻ പറ്റുന്നില്ല, നശിപ്പിക്കാനും പറ്റുന്നില്ല. പക്ഷേ എനർജി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. സോ ഇതിനാണ് നമ്മൾ എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. അതും കൂടെ നമ്മൾ ഇതിന് കൂടെയായിട്ട് പഠിക്കും. എനർജി കൺസർവേഷൻ തിയറിയും കൂടെ നമ്മൾ ഓർക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 10th നല്ല സ്ക്രിപ്റ്റബിളായിട്ട് തുടങ്ങാൻ പറ്റും. 10th കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. സോ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന 9ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം, ഇത് ഓക്കെയതിന് ശേഷം 10th ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് തുടങ്ങാം. സോ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തുടക്കമായിരിക്കും. ആ തുടക്കത്തിൽ ഞാൻ ഈ ടേംസൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ പറയും. ആ ടേംസ് ഒന്നുകൂടെ പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എക്സ്പ്ലെയിൻ എന്താണെന്നാണെന്ന് പറയില്ല. അവിടെ നമ്മൾ 10ാം ക്ലാസ്സാണ്. ഓക്കെ, മറക്കരുത്. ഈ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് വീഡിയോ. ഓക്കെ, ബൈ.